ഡീ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ? നീ ചോദിക്ക്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, സത്യം പറയണോ അല്ലേ കള്ളം പറയണോന്ന്. ഹെ, കളിക്കാതെ സത്യം പറഞ്ഞോണ്ടി പെണ്ണെ. ആ പറയാ. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്ക്. നിനക്ക് ശാസിക്കാനെ ശരിക്കും ഇഷ്ടമല്ലേ പെണ്ണെ? ഇത് നിന്റെ പുന്നാര ശാസിക്ക ചോദിക്കാൻ പറഞ്ഞതാവുംല്ലേ? എന്തായാലും പുന്നാര മോള് ചെന്ന് പറഞ്ഞേക്ക് എനിക്കവനെ ഇഷ്ടമല്ല എന്ന്. ഐറ റിനുവിനെ പുച്ഛിച്ചു മുഖം തിരിച്ചു. ഇത് ശാസിക പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ചോദിച്ചത്. സീരിയസ് ആയിട്ട് ചോദിക്കുക, നിനക്കവനെ ഇഷ്ടമാണോ? ഇടയ്ക്കെല്ലാം നീ അവനെ നോക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തോ നിനക്കവനെ ഇഷ്ടമാണെന്ന് തോന്നി. അതുകൊണ്ട് ചോദിച്ചതാ. ഇഷ്ടമാണേ അത് നിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുന്നതിന് പകരം നീ അവനോട് ചെന്ന് നിന്റെ ഇഷ്ടം പറയാൻ നോക്ക് പെണ്ണെ. കല്യാണവും പ്രേമവും വേണ്ടാന്ന് പറഞ്ഞിരുന്ന നിന്റെ ഹൃദയം അവൻ കട്ടോണ്ട് പോയെന്ന് അവനോട് ചെന്ന് പറയടി. അതിനു ഐറയെ പിടിച്ചൊന്ന് കുലുക്കിയതും ഐറ ചുറ്റിനും നോക്കി. അപ്പു ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. ആനിമിശ്രിയും എന്തോ കഥ പറഞ്ഞിരിക്കുന്നുണ്ട്. ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ഐറ റിനുവിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. നീ ഇതെങ്ങോട്ടാ ഐറ? റിനു ചോദിച്ചതിന് യാതൊരു മറുപടിയും നൽകാതെ ഐറ റിനുവിനെയും കൊണ്ട് ഷായും ടീമും ഇരിക്കുന്ന മരച്ചോട്ടിലേക്ക് ചെന്ന്. ശരിക്കും ഞാൻ അവനെ പ്രണയിക്കുന്നെന്ന് നിനക്ക് ഫീൽ ചെയ്തോ? ഐറ ചോദിച്ചതിന് ഉണ്ടെന്ന നിലക്ക് റിനു തലയനക്കി. അപ്പോൾ ആദമിനെ അത് തോന്നിയിട്ടുണ്ടാകുമോ? എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം ഈ ഒരു വീക്കിൽ തന്നെ എന്നെക്കൊണ്ട് ഇഷ്ടം പറയിപ്പിക്കൂ എന്നവൻ പറഞ്ഞത്? അങ്ങനെ ശാസിക ചലഞ്ച് ചെയ്തോ? എന്നാൽ പക്ഷേ ഷാസിക്കാക്ക് തോന്നിക്കാണും. അപ്പം എൻ്റെ ഐറുസിനെ ശരിക്കും ശാസിക്കാൻ ഇഷ്ടമല്ലേ കൊച്ചു കള്ളേ? റീന കളിയാക്കിക്കൊണ്ട് അവളുടെ കവളിൽ തട്ടിയതും ഐറ പുഞ്ചിരിച്ചു. എന്നിട്ട് എപ്പോഴാ ഷാസിക്കാനോട് നീ ഇഷ്ടം പറയുന്നത്? ആ അത് പിന്നെ ഞാൻ പറയണോടി. പറയാതെ പിന്നെ? എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് തന്നെ നിൻ്റെ ഇഷ്ടം നീ എല്ലാവരും കേൾക്കേ. അന്ന് ഷാസിക്ക നിന്നെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അതുപോലെ കോളേജിലെ എല്ലാ കുട്ടികളും കാണെ നീ അവനെ പ്രപ്പോസ് ചെയ്യണം. ഒന്ന് പോയേടി. ഞാൻ എങ്ങനെയോ ആദമിനെയും എന്നെയും കാഴ്ചക്കാരെയും പറഞ്ഞു പഠിപ്പിക്കുകയാണ് അവൻ എൻ്റെ ഫ്രണ്ടാണ് എന്ന്. അത് മനസ്സിലാക്കാതെ പ്രണയിക്കാൻ ആദം നിന്നതുകൊണ്ട് ഞാൻ അറിയാതെ തിരിച്ചു പ്രണയിച്ചു പോയി. അത് വെച്ച് ഇത് അവനോട് പോയി പറയണം എന്നില്ല. നീ ചെന്ന് പറഞ്ഞില്ലേ, ഉറപ്പായിട്ടും ഞാൻ ചെന്ന് പറയും. അതിനൊരു ഗുമ്മില്ല. ആദ്യമായി നീ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം നിനക്ക് നേരിട്ട് കാണണ്ടേ? അതുകൊണ്ട് ഇപ്പം തന്നെ നീ അവനെ ചെന്ന് പ്രപ്പോസ് ചെയ്യും. ഓക്കെ, ഞാൻ പ്രപ്പോസ് ചെയ്യാം. ബട്ട് ഇന്നല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട്. അതായത് കറക്റ്റ് പറഞ്ഞാൽ വരുന്ന സൺഡേ ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യാം. ഏത്, മറ്റന്നാളോ? നോ, നെക്സ്റ്റ് വീക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് അടുത്ത സൺഡേ. സൺഡേ ആരെങ്കിലും കോളേജിൽ ഉണ്ടാകൂടി കോപ്പേ? ആരെങ്കിലും കോളേജിൽ വേണമെന്നുണ്ടോ ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യാൻ? ഞാൻ എന്തായാലും ആദമിൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. സോ അപ്പം ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തോളാം. നീ ഒഴിഞ്ഞു മാറുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ എന്തിനാ നീ വരുന്ന സൺഡേയിലേക്ക് നീട്ടിവെക്കുന്നത്? അന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ? ഐ മീൻ ഷാസിഖാൻ്റെ ബർത്ത്ഡേ എങ്ങാനും ആണെന്ന്? നോ, അവൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല. എന്നാലും അന്ന് പ്രപ്പോസ് ചെയ്യാം. ഒരെന്നാലും ഇല്ല. മര്യാദക്ക് നീ ഇന്ന് തന്നെ പോയി പ്രപ്പോസ് ചെയ്തോ. എങ്ങനെ എപ്പോൾ എന്നൊന്നുമില്ല. ഇന്ന് കോളേജ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നീ പ്രപ്പോസ് ചെയ്തില്ല എങ്കിൽ നാളെ ഈ കോളേജിലെ എല്ലാ ചുമരിലും ഞാൻ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എഴുതി ഒട്ടിക്കും. പോരാത്തതിന് നിങ്ങൾ കിസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അതും ഒട്ടിച്ച് വെക്കടി മൂദേവി. നീ എന്താടി ഇങ്ങനെ? ഞാൻ അവന് ഇപ്പോൾ പ്രപ്പോസ് ചെയ്താൽ ശരിയാവില്ല. ശരിയാവും. ഇന്ന് വൈകുന്നേരം വരെ ഞാൻ നിനക്ക് സമയം തരും. അപ്പോഴേക്കും പ്രപ്പോസ് ചെയ്തോണ്ടി. അല്ലേ ഈ റിനു എന്തൊക്കെ ചെയ്യുമെന്ന് അപ്പോൾ കാണാം നിനക്ക്. ഐറനെ ഭീഷണിപ്പെടുത്തി റിനു ഒരു പോക്കങ്ങ് പോയി. ഐറ ആ മരച്ചോട്ടിൽ ഒരേ ഇരിപ്പിരുന്നു. ഇപ്പോഴേ അവനെ പ്രപ്പോസ് ചെയ്യേണ്ട എന്ന് തലച്ചോറ് പറയുമ്പോൾ പ്രപ്പോസ് ചെയ്യണമെന്ന് മനസ്സ് വാശി പിടിക്കുന്നു. രണ്ടും കൽപ്പിച്ച് ഐറ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി. ഫോൺ എടുത്തവൾ ആരെയോ വിളിച്ചതും അയാൾ ആ കോളേജിലേക്ക് വന്നു. എവിടെ ഞാൻ ചോദിച്ച സാധനം? ഐറ ചോദിച്ചത് കേൾക്കെ അയാളത് അവൾക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോയി. ഐറ തൻ്റെ കയ്യിലുള്ള ബാഗ് തുറന്നിട്ട് ഗിറ്റാറ് പുറത്തെടുത്ത് ആ മരച്ചോട്ടിൽ തന്നെ ചെന്നിരുന്നു. അവൾ അതിൽ പതിയെ താളമിട്ടുകൊണ്ട് ശബ്ദമൊന്ന് റെഡിയാക്കി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ അർജിത് സിംഗ് ആയതുകൊണ്ട് തന്നെ മൂപ്പരൊരു സോങ് പതിയെ ആലപിച്ചു. തൻ്റെ സോങ് കേൾക്കെ പലരും തനിക്ക് ചുറ്റും കൂടിയത് കാണെ ഐറ ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. കണ്ണുകൾ പതിയെ അടച്ചു ആ പാട്ടിൽ ലയിച്ചങ്ങനെ പാടി. പാടിക്കഴിഞ്ഞു കണ്ണു തുറന്ന് ഗിറ്റാർ താഴെ വെച്ചതും മുമ്പിൽ തന്നെ ആദമിനെയും ടീമിനെയും പിറകിലായി കോളേജിലെ ടീച്ചേഴ്സിനെയും മറ്റു കുട്ടികളെയും കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. പതിയെ അവൾ ആദമിന് മുന്നിലേക്ക് നിന്നു. എങ്ങനെ പറയണമെന്നറിയില്ല. നീ പറഞ്ഞതൊരു വീക്കിൽ എന്നെക്കൊണ്ട് ഇഷ്ടം പറയിക്കൂ എന്നാണ്. പക്ഷേ ഒരു വീക്കൊന്ന് നീ അതിനായി കാത്തിരിക്കണ്ട. എനിക്കറിയില്ല ആദം നിന്നോട് എങ്ങനെ ഇഷ്ടം പറയണമെന്ന്. പക്ഷേ
ഇത്രയും ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നീ ഐറയെ തോൽപ്പിച്ചു കളഞ്ഞു. പ്രണയവും കല്യാണവും വേണ്ടെന്ന് പറഞ്ഞു നടന്ന എന്നെ നീ പ്രണയത്തിലാഴ്ത്തി. ഇന്ന് ഐറയ്ക്ക് ആദമിനോട് അടങ്ങാത്ത പ്രണയമാണ്. ഐ ലവ് യു ആദം. ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞ ഐറയെ കാണെ ഒരു നിമിഷം ഷാൻ തറഞ്ഞു നിന്നു. എന്തിനെന്നില്ലാതെ അവൻ്റെ ഹൃദയം വേഗതയിൽ മിടിച്ചു. പെട്ടെന്നെന്തോ ഓർക്കവേ അവൻ്റെ മുഖത്ത് പുച്ഛച്ചിരി വിരിഞ്ഞു. കൊള്ളാം ആയിഷ ഐറ, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. ഉഫ്, ഇത്രയും ദിവസം ഞാൻ എന്നോട് ഇഷ്ടം പറഞ്ഞ് നടന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. എന്തായിരുന്നു മോളെന്ന് പറഞ്ഞത്? തമാശക്ക് പോലും ഒരുത്തനെ പ്രപ്പോസ് ചെയ്യില്ലെന്നോ? ഇപ്പം ഇതാ എല്ലാവരെയും മുമ്പിൽ വെച്ച് നീ എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. എൻ്റെ വാശിയായിരുന്നു അന്നത്തെ ഫ്രഷേഴ്സ് ഡേയിൽ എന്നെ പ്രപ്പോസ് ചെയ്യാത്ത നിന്നെക്കൊണ്ട് ഈ കോളേജിലെ എല്ലാവരും കേൾക്കെ തന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് പ്രണയം നടിച്ചു ഞാൻ നിന്റെ പിറകെ നടന്നത്. അല്ലാതെ ഒരിക്കലും ഈ ഷാസ് നിന്നെ പ്രണയിച്ചിട്ടില്ല ഐറ. ഷാസ് പറഞ്ഞത് ഒരു ഞെട്ടലോടെയായിരുന്നു അവിടെ കൂടി നിൽക്കുന്നവർ കേട്ടത്. എന്തിന് ഷാസിൻ്റെ ഫ്രണ്ട്സ് പോലും കരുതിയില്ല ഷാസ് ഇതിനു വേണ്ടിയാണ് ഐറയെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞതെന്ന്. ഐറ ഒരു ഞെട്ടലോടെ ഷാസിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അപ്പോൾ ഇത്രയും ദിവസം നീ പ്രണയം നടിച്ചെന്നെ വഞ്ചിക്കുകയായിരുന്നു? അതെ, വഞ്ചിക്കുകയായിരുന്നു. അന്ന് സ്റ്റേജിലേക്ക് കയറി വന്ന എൻ്റെ മുഖത്ത് നോക്കി എന്നെ നീ പ്രപ്പോസ് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ റിവെഞ്ചായിരുന്നു ഇത്. ബൈ ദി ബൈ, ഞാൻ ഈ ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ ബഹുത് ഹാപ്പിയാണ് കുട്ടാ. അപ്പോൾ ഞാൻ പോട്ടെ. ഐറയെ നോക്കി സൈറ്റ് അടിച്ച് പോയവനെ കാണെ ആൾക്കൂട്ടം ഒന്നാകെ കൈയടിച്ചു. എന്താ ഒരു റിവെഞ്ച്? നമ്മളെ ചെയർമാൻ പൊളിച്ചു. പൊളിച്ചു. ഒരാളെ ഫീലിങ്സ് വെച്ച് കളിക്കലാണല്ലോ പൊളി. അവൻ പറഞ്ഞതിന് കൈയടിച്ച് പാസ്സാക്കിയ നിങ്ങൾക്കൊന്ന് നല്ലൊരു മനസ്സില്ലടോ. നിങ്ങളോടാണ് ഒരാൾ ഇങ്ങനെ പെരുമാറിയതെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഉളുപ്പില്ലാതെ കൈയടിച്ച് പാസ്സാക്കിയേക്കുന്നു, നാണമില്ലാത്ത തെണ്ടികൾ. ഐറ, നീ വാ. റിനു ഐറയുടെ കയ്യിൽ പിടിച്ചതും ഐറ കൈ പിൻവലിച്ച് റിനുവിനെ നോക്കി. നിനക്ക് സന്തോഷമായില്ലേ ഞാൻ ആദമിനെ പ്രപ്പോസ് ചെയ്തിട്ട്? അവൻ്റെ മറുപടി നീ കേട്ടോ. എന്നെ ഇഷ്ടമല്ല പോലും അവന്. ഇത്രയും ദിവസം അവൻ കാണിച്ച പ്രണയമെല്ലാം വെറും നാടകമായിരുന്നു എന്ന്. നിനക്കറിയോ, ഞാൻ ഗിറ്റാർ തൊട്ടിട്ട് 2 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് അവനോട് എൻ്റെ പ്രണയം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഗിറ്റാർ യൂസ് ചെയ്തത്. എൻ്റെ മമ്മക്കും പപ്പക്കും വേണ്ടി മാത്രമേ ഞാൻ ഗിറ്റാർ വായിക്കാറുള്ളൂ. ഇന്ന് ആദ്യമായി വേറൊരാൾക്ക് വേണ്ടി വായിച്ചു. അത് നീ കണ്ടില്ലേ എത്രമാത്രം എന്നെ വേദനിപ്പിച്ചു എന്നത്. സാരല്ല, പോട്ടെ. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് എൻ്റെ മമ്മ എപ്പോഴും പറയാറുണ്ട്. അതോർക്കാതെ ആദമിനെ പ്രണയിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിറഞ്ഞ മീകൾ തുടച്ച് ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചവൾ പറഞ്ഞത് കേൾക്കെ റിനുവിന് എന്തോ പോലെ തോന്നി. താൻ പറഞ്ഞിട്ടല്ലേ അവൾ ഷാസിഖാനെ പ്രപ്പോസ് ചെയ്തത്? പക്ഷേ ഒരിക്കലും ഷാസിഖ ഇങ്ങനൊരു മറുപടി ഐറക്ക് നൽകുമെന്ന് റിനു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഗിറ്റാർ തിരികെ ഏൽപ്പിച്ചിട്ട് വരാം. ഐറ കണ്ണ് നിറയാതിരിക്കാൻ പെടാപ്പാട് പെടുകയാണെന്ന് അവിടെ കൂടി നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലായി. റിനുവിൻ്റെ മറുപടിക്ക് കാക്കാതെ ഐറ വേഗം അവിടുന്ന് പോയി. കുഞ്ഞെ, മോള് പറഞ്ഞ സ്ഥലമെത്തി. ബസ് കണ്ടക്ടർ പറഞ്ഞത് കേൾക്കെ ഗിറ്റാറിൻ്റെ ബാഗ് തോളിലേക്കിട്ടവൾ ബസ് കണ്ടക്ടറെ നോക്കി പുഞ്ചിരിച്ചു. ബസ് ഇറങ്ങിയവൾ സ്റ്റോപ്പിന് ഓപ്പോസിറ്റുള്ള വീട്ടിലേക്ക് ചെന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഐറ. റിനുവിൻ്റെ ഉമ്മാൻ്റെ ശബ്ദം കേൾക്കെ നിറഞ്ഞ മീകൾ തുടച്ചവൾ മതിലിനപ്പുറം നിൽക്കുന്ന അവരെ നോക്കി മതിലിനടുത്തേക്ക് നടന്നു. എവിടെയായിരുന്നു മോളെ നീ ഇത്രയും കാലം? നിൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരെ കെട്ടിയപ്പോഴേക്കും നീ ഞങ്ങളെ മറന്നോ? റിനുവിൻ്റെ കല്യാണം കഴിഞ്ഞു. ആ സമയം നീ ഇല്ലാത്തത് അവളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നറിയോ? ഞാൻ എല്ലാം അറിഞ്ഞു ആൻറ്റി. ഇത്രയും ദിവസം ഞാൻ റിനുവിനൊപ്പം നാട്ടിലുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ മുമ്പേ ഞാൻ മമ്മയുടെ വീട്ടിൽ നിന്ന് ഒരിക്കൽ ഇങ്ങോട്ട് വന്നിരുന്നു. അന്നും റിനുവിനെ കണ്ടായിരുന്നു. പിന്നീടാണ് AM കോളേജിലേക്ക് പോയത്. അവിടെയും റിനു ഉള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമാണ്. ഇങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇവിടേക്ക് വരാൻ തോന്നിയില്ല. എന്തോ പപ്പയും അമ്മയും ഇല്ലാത്ത ഈ വീട്ടിലേക്കും അവരൊന്നുമില്ലാതെ നിങ്ങളെയും ഫേസ് ചെയ്യാൻ എനിക്ക് എന്തോ പോലെ തോന്നിയിരുന്നു. ഇപ്പം എല്ലാം ശരിയായി. 2 ദിവസം ഇവിടെ തങ്ങാമെന്ന് കരുതി വന്നതാ ഞാൻ. ഐറ നിറഞ്ഞ മീകളോടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. അവർക്ക് ഐറയുടെ അവസ്ഥ മനസ്സിലാക്കാമായിരുന്നു. കാരണം അവളുടെ പേരൻസിൻ്റെ പൊന്നോമനായിരുന്നു അവൾ. അവരുടെ അകൽച്ച അവളെ അത്രമേൽ വേദനിപ്പിക്കുക എന്നവർക്ക് നന്നായിട്ടറിയാം. എൻ്റെ മോൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. മോൾ ചെന്ന് ഫ്രഷായി വാ. അപ്പോഴേക്ക് ആൻറ്റി കഴിക്കാൻ വല്ലതും എടുത്തു വെക്കാം. 2 കൊല്ലം കഴിഞ്ഞില്ലേ നമ്മൾ കണ്ടിട്ട്? കുറേ പറയാനുണ്ടാവില്ലേ നിനക്ക്? എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ട ആൻറ്റി. ഞാനൊന്ന് ഫ്രഷായി കിടക്കട്ടെ. എഴുന്നേറ്റിട്ട് ആൻറ്റിക്ക് അടുത്തേക്ക് വരാട്ടോ. ഐറ ചുണ്ടിലെ പുഞ്ചിരി നിലനിർത്തിക്കൊണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഡോറ് ലോക്ക് ചെയ്ത് ഗിറ്റാർ നിലത്തേക്ക് വെച്ചവൾ ഡോറിനോട് ചാരി അവളും അവിടെ ഊർന്നിരുന്നു.
അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ കൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി.